ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലത്തെ ഒരു ഇൻട്രോ വീഡിയോ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് വളരെ സിമ്പിളായി എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നമ്മൾ അടുത്തതായി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യമായി തന്നെ നമ്മുടെ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻട്രലായി കാണുന്ന ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ക്യാൻവാസ് ഏത് റേഷ്യോയിലാണോ വേണ്ടത്, അതായത് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ കാണുന്ന വീഡിയോ ഏത് റേഷ്യോയിലാണോ വേണ്ടതെന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ 16:9, അതായത് 16:9 നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വലത്തേ ഭാഗത്ത് മുകളിലായി മീഡിയ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന അതിൽ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ബ്ലാക്ക് കളറിലുള്ള ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതിൽ ഇഷ്ടം പോലെ ബാക്ക്ഗ്രൗണ്ട്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണ്. ഇതിൻ്റെ ഡ്യൂറേഷൻ നമ്മളുടെ വീഡിയോ എത്രത്തോളം വേണമോ അത്രത്തോളം നമ്മൾ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ലെയറിൻ്റെ ആദ്യ ഭാഗത്തേക്ക് വരിക. അതിൽ ടിക്ക് അലോ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ലെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിലിപ്പോൾ നമുക്ക് ഏത് ടെക്സ്റ്റ് ആണോ വേണ്ടത്, അതായത് നമുക്ക് ഏത് പേരാണോ കൊടുക്കേണ്ടത്, ഇപ്പോൾ നമ്മളുടെ പേരാകാം അല്ലെങ്കിൽ നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരാകാം, ഏത് പേരാണോ നമ്മളതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ജസ്റ്റ് ഡെമോ ആയതുകൊണ്ട് നെയിം എന്ന് കൊടുത്തിട്ട് അതിനുശേഷം ഇവിടെ ഓക്കെ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏകദേശം വേണ്ട ഒരു സൈസിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും ഇത് വലുതാക്കി കൊടുക്കാൻ പാടില്ല. ഒരു മീഡിയം സൈസിൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ എ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്, ഒരു AA, അതായത് ഫോണ്ടിൻ്റെ സിമ്പലാണത്. അപ്പോൾ നമ്മൾ ആ ഫോണ്ടിൻ്റെ സിമ്പലിൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്ക്രോൾ ചെയ്തതിന് ശേഷം ഏത് ഫോണ്ടാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഫോണ്ട് സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഈ ഒരു ഫോണ്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആ ഫോണ്ട് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ മുകളിൽ കാണുന്ന ടിക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫോണ്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ ഈ ഒരു കത്രികയുടെ വലത്തേ ഭാഗത്തായിട്ട് ഈ ഫോണ്ടിൻ്റെ കളർ കാണിക്കുന്നുണ്ട്. ആ കളറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗ്രീൻ കൊടുക്കുക. അതിനുശേഷം ഈ ടിക്ക് അലോ ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മളുടെ ആ നെയിം ഒരു ഗ്രീൻ കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഫോണ്ടിൻ്റെ കളർ നമ്മൾ വൈറ്റിൽ നിന്നും ഗ്രീനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ഗ്രീനിലേക്ക് മാറ്റാൻ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മളുടെ കളർ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഡ്യൂറേഷൻ ആ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ച് ഈ ഫോണ്ടിൻ്റെ ഡ്യൂറേഷനും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ടിക്ക് അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഈ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് നമുക്ക് എത്ര ക്വാളിറ്റിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാവുന്നതാണിത്. അപ്പോൾ നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു വീഡിയോ കൂടി മേക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കിലേക്ക് പോകാം. നമ്മളുടെ മെയിൻ മെനുവിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മെയിൻ മെനുവിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഏത് റേഷ്യോ ആണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ വീണ്ടും 16:9 എന്നുള്ള റേഷ്യോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മീഡിയയിൽ പോവുക. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഏത് വീഡിയോ ആണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ വീഡിയോ ഏത് ഫോൾഡറിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ആണ് എടുക്കുന്നത്. അതിൽ നമ്മൾ ആ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനി ഈ വീഡിയോയിലേക്ക് നമ്മൾ ഓക്കെ ടിക്ക് കൊടുക്കുക. അതിനുശേഷം ലെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്ര ഭാഗമാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അത് കട്ട് ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇത്ര മതി. അപ്പോൾ ഞാൻ ബാക്കി ആവശ്യമില്ലാത്തത് നമ്മൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞു. അതിന് ശേഷം ഓക്കെ
പിന്നെ ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മീഡിയ എന്ന് പറഞ്ഞത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ആ ഒരു വീഡിയോ എടുക്കുക. ആദ്യമായി നമ്മൾ മേക്ക് ചെയ്തൊരു വീഡിയോ ഉണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ഈ ഒരു വീഡിയോ, അപ്പോൾ അതിനുശേഷം നമ്മളുടെ ഫോണ്ട് ലെയർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൽ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഇടത്തെ ഭാഗത്തായിട്ട് ഒരു കീയുടെ ചിഹ്നം കാണുന്നുണ്ടാവും, അതായത് ഒരു ചാവിയുടെ ചിഹ്നം കാണുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണും. ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എൻഡിൽ പോയതിന് ശേഷം എൻഡിൽ നിങ്ങൾക്ക് എത്രത്തോളം വലുപ്പത്തിലാണ് ഈ ഫോണ്ട് വരേണ്ടത് ആ ഒരു വലുപ്പത്തിൽ നിങ്ങൾക്കൊന്ന് സെറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം റെഡി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടിക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ വീഡിയോ ഒന്ന് നമുക്ക് പ്ലേ ചെയ്ത് കൊടുക്കാം. പ്ലേ ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ആ ഫോണ്ടിൽ ലെയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ക്രോമ കീ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. ക്രോമ കീ എന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് കാണാം ആ ഗ്രീൻ ലെയർ മാഞ്ഞു പോയതിന് ശേഷം ആ പുറകിലുള്ള വീഡിയോയുടെ ലെയറാണ് ഇപ്പോൾ കാണുന്നത്. ഇനി നമുക്ക് ആ വീഡിയോക്ക് ഒരു മ്യൂസിക് ഉണ്ടാവും. അപ്പോൾ ആ മ്യൂസിക് ഒന്ന് കളഞ്ഞു കൊടുക്കാം. മ്യൂസിക് നമ്മൾ 0-ലാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മളൊരു വീഡിയോ എന്ന്. അപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റികളൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോ മോഡിഫൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ വീഡിയോ ഇതുപോലത്തെ ഇൻട്രോ വീഡിയോസ് നിങ്ങൾക്ക് മേക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള എന്തെങ്കിലും ഡൗട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ID, ഫേസ്ബുക്ക് ID ഒക്കെ കൊടുത്തിട്ടുണ്ട്. കഴിയുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. എന്നോട് കഴിയുന്ന എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായി എത്തുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ.